എസാമോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ച് പണി ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പനും ചായ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞുവാവ വന്ന് അവിടെ നിന്ന് വർത്താനം പറഞ്ഞെടുക്കുന്നിടയിൽ എൻ്റെ കൈ ഒന്നും പൊള്ളി. കലത്തിൽ ചൂടുവെള്ളമായിരുന്നു, കലത്തിൽ മുട്ടി ഒന്ന് പൊള്ളി. കണ്ണ് തെറ്റിയാൽ ഈ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും, കണ്ണി കണ്ട സാധനമൊക്കെ പറിക്കുകയും ചെയ്യും. കുറച്ച് ഉണക്കമുളകും പുളിയും മല്ലിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് അടുത്ത് എടുക്കാൻ പോകുന്ന നേരത്തിന് അവൾ ഓടി വന്ന് പുളി എടുത്ത് വായിലേക്ക് വെച്ചു. അത് കളയാൻ ചെന്നപ്പോൾ കയ്യിൽ നിറച്ച് പച്ചമുളക് ഇരിക്കണം. പച്ചമുളകിൻ്റെ ചെടി എന്താണെന്നറിയില്ല, അവൾ കണ്ണ് കണ്ടു. കണ്ണിന് പിടിക്കത്തില്ല കൊച്ചിന്. അവളെപ്പോഴും പറിച്ചെടുക്കും. പിന്നെ അതിൻ്റെ കൂടി ഓരോന്നൊക്കെ പറിച്ച് ഇങ്ങനെ ചെടിയൊക്കെ പറിക്കുന്നു, മുളക് പറിക്കുന്നു. അപ്പോൾ ഒരെണ്ണം കയ്യിൽ നിന്ന് മാറ്റി വെച്ചപ്പോഴേക്കും ഉണക്കമുളക് എടുത്തുകൊണ്ട് ഓടിയതാണ് കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ പണി കിട്ടുകയും ചെയ്തു അതിന്. പിന്നെ അതേ പൂവൊക്കെ എടുത്തുകൊണ്ട് എന്നെ തലയെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ എന്നെ സന്തോഷിപ്പിക്കണേണ് കളിപ്പിക്കണേണ് എന്താണെന്നറിയില്ല. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, പെരയൊക്കെ അടിച്ച് ഒതുക്കി. വീട്ടിൽ അടുക്കളയിലുള്ളതിനെക്കാട്ടും കൂടുതൽ കയ്യിലും പാത്രവും സ്പൂണൊക്കെ ഉള്ളത് ഹോളിൽ തന്നെയാണ്. പിന്നെ അവളെ ഉറക്കാൻ കിടത്തി. പിന്നെ വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് വെള്ളം പിടിക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിനെ കൊണ്ടുവരാനുള്ള നേരമായി. ഞാനും കുഞ്ഞും കൂടി ചെന്ന് അപ്പോഴേക്കും അപ്പാപ്പനെ കണ്ടു. ഇവർ അപ്പാപ്പൻ്റെ പുറകെ വണ്ടി കയറി പോന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നടന്ന് പോരുകയും ചെയ്തു. ഞാൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വാതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചായയൊക്കെ കൊടുത്തു. ചായക്ക് ചപ്പാത്തിയിൽ ജാം പുരട്ടി കൊടുത്തു. പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ പിള്ളേർ മേലൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി. അവരതിനിടയ്ക്ക് ഫുഡ് ഞാൻ കുളിക്കാൻ പോകുന്ന നേരത്തിന് അവരുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് അടപ്പത്തിലാക്കി ഞാൻ നേരെ കുളിക്കാൻ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.